ഷോർട്ട് വീഡിയോസിനും ലോങ് വീഡിയോസിനും അതിൻ്റെതായ ബെനിഫിറ്റും ഉണ്ട്, ലോസും ഉണ്ട്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങണം, നിങ്ങൾക്ക് യൂട്യൂബർ ആകണം. പക്ഷേ ഇവിടെ മനസ്സിലാകാത്ത കാര്യം എന്ന് പറയുന്നത് അതിൽ നിങ്ങൾ ലോങ് വീഡിയോസ് ഇടണോ അതോ ഷോർട്ട് വീഡിയോസ് ഇടണോ? കാരണം യൂട്യൂബിൽ ഒരുപാട് ചാനലുകളുണ്ട്, അവരുടെ ഷോർട്ട് വീഡിയോസിന് ഒരുപാട് വ്യൂസ് കിട്ടാറുണ്ട്. അതുപോലെ മറ്റ് ചില ചാനലുകളുണ്ട്, അവരുടെ ലോങ് വീഡിയോസിന് ഒരുപാട് വ്യൂസ് കിട്ടാറുണ്ട്. പക്ഷേ ലോങ് വീഡിയോസിനും ഷോർട്ട് വീഡിയോസിനും ഒരുപാട് വ്യൂസ് കിട്ടുന്ന ചാനലുകൾ വളരെ കുറവാണ്. അപ്പം നിങ്ങളുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു പുതിയ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ലോങ് വീഡിയോസ് ഇടണോ അതോ ഷോർട്ട് വീഡിയോസ് ഇടണോ? അതുകൊണ്ട് ഞാനിവിടെ ഗ്യാരണ്ടി എന്ന് പറയുകയാണ്, ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ക്ലിയർ ആകും. അതായത് നിങ്ങളൊരു പുതിയ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ലോങ് വീഡിയോസ് ഇടണോ അതോ ഷോർട്ട് വീഡിയോസ് ഇടണോ, ഇതിനെക്കുറിച്ചുള്ളൊരു ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോക്ക്, 2026 നിങ്ങളൊരു പുതിയ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ കയറി വൈറലാകുന്നു, അങ്ങനെ നിങ്ങളുടെ ചാനൽ ഗ്രോ ആകുന്നു. ഇതല്ല സംഭവിക്കാൻ പോകുന്നത്. കാരണം യൂട്യൂബ് അൽഗോരിതത്തിന് വേണ്ടുന്നത് ഇതല്ല. യൂട്യൂബ് അൽഗോരിതത്തിന് വേണ്ടുന്നത് നിങ്ങളുടെ ചാനലിൽ വരുന്ന വ്യൂവേഴ്സ് എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആകുന്നു, അതുപോലെ നിങ്ങളുടെ ഓരോ വീഡിയോസിനും വ്യൂവർ എൻഗേജ്മെൻറ്റ് എങ്ങനെ കിട്ടുന്നു, അതുപോലെ നിങ്ങളുടെ ഈ വ്യൂവേഴ്സ് വീണ്ടും നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടോ, ഈ കാര്യങ്ങളാണ് യൂട്യൂബ് അൽഗോരിതം നോക്കുന്നത്. ഇവിടെയാണ് ഈ ഗെയിം സ്റ്റാർട്ട് ആകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഈ ചാനലിൽ ഷോർട്ട് വീഡിയോസ് ഇടണോ അതോ ലോങ് വീഡിയോസ് ഇടണോ? ആദ്യം നമുക്ക് ഷോർട്ട് വീഡിയോസിനെ കുറിച്ച് നോക്കാം. ഷോർട്ട് വീഡിയോസിൻ്റെ എന്തൊക്കെ പ്രോസ് ആൻഡ് കോൺസ് ആണുള്ളത്? ഷോർട്ട് വീഡിയോസിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിനെ ഒറ്റ രാത്രി കൊണ്ട് വൈറലാക്കി തരാൻ ഈ ഷോർട്ട് വീഡിയോസിന് പറ്റും. കാരണം ഷോർട്ട് വീഡിയോസ് രാത്രിക്ക് രാത്രി കയറി വൈറലാകാറുണ്ട്. ഷോർട്ട് വീഡിയോസിന് വളരെ പെട്ടെന്ന് റീച്ച് കിട്ടാറുണ്ട്. അൽഗോരിതവും ഷോർട്ട് വീഡിയോസിനെ ലോങ് വീഡിയോസിനെക്കാട്ടിലും കൂടുതൽ പുഷ് ചെയ്യാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ ചാനലിന് പെട്ടെന്ന് ആളുകളെ റെക്കഗ്നൈസ് ചെയ്യും. നിങ്ങൾക്ക് അവിടെ വളരെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടി കിട്ടുകയും ചെയ്യും. ഇനി ഈ ഷോർട്സിൻ്റെ കോൺസ് എന്താണെന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഷോർട്സിലൂടെ നിങ്ങളുടെ ഒരു പ്രോപ്പർ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. നിങ്ങൾ ആരാണ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ടായിരിക്കും, പക്ഷേ ഈ ക്രിയേറ്ററുടെ പേരെന്തെന്ന് പോലും അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾ ആരാണെന്ന് പോലും അവർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഷോർട്സിലൂടെ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പോയാലോ ആളുകൾ സ്കിപ്പ് ചെയ്തിട്ട് അവരുടെ പാട്ടിന് പോകും. അപ്പോൾ ആ ഒരു പരിപാടിയും ഷോർട്സിൽ നടക്കത്തില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഷോർട്സ് വെച്ചാണ് മോണിറ്റൈസ് ചെയ്യുന്നതെങ്കിൽ ഷോർട്സിലൂടെ വളരെ കുറച്ച് പൈസയെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷോർട്സ് വെച്ച് മാത്രം നിങ്ങളുടെ ചാനലിനെ ഒരു ബ്രാൻഡ് ചാനലായി മാറ്റിയെടുക്കാൻ, അതായത് ആളുകളുടെ മുന്നിൽ അറിയപ്പെടുന്ന ഒരു ചാനലായി മാറ്റിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ വീഡിയോസും വൈറലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതൊരു ബ്രാൻഡ് ചാനലായി അറിയപ്പെടും. അതല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഷോർട്സിൻ്റെ കോൺസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലോങ് വീഡിയോസിൻ്റെ ബെനിഫിറ്റ് എന്താണ്, ലോസ് എന്താണ്, ഈ ഒരു കാര്യം നോക്കാം. അതിനു മുമ്പായി ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിൽ ചിലർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും, നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് കാണുന്ന ഓഡിയൻസിൽ വളരെ കുറച്ച് ഓഡിയൻസ് മാത്രമേ നിങ്ങളുടെ ലോങ് വീഡിയോസ് കാണുകയുള്ളൂ. പക്ഷേ നിങ്ങളുടെ ലോങ് വീഡിയോ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ റെഗുലർലി നിങ്ങളുടെ ഷോർട്ട് വീഡിയോസും കാണും. ഇവിടെ ലോങ് വീഡിയോയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലോങ് വീഡിയോയിലൂടെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ഒരു ബ്രാൻഡ് വാല്യൂ ക്രിയേറ്റ് ആവും, നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി അവിടെ ക്രിയേറ്റ് ആവും. ആളുകൾ നിങ്ങളെ മനസ്സിലാക്കും, ആളുകൾ നിങ്ങളെ അറിയാൻ തുടങ്ങും, അതുപോലെ ആളുകൾ നിങ്ങളെ ഓർത്തു വെക്കുകയും ചെയ്യും. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് വളരെ നന്നായി ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടും, വളരെ നന്നായി വാച്ച് അവർ കിട്ടും. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് നല്ല ലോയൽ സബ്സ്ക്രൈബേഴ്സും ആയിരിക്കും. പക്ഷേ അതിൻ്റെതായ ലോസും ഉണ്ട് ഇവിടെ. അതായത് ഈ ലോങ് വീഡിയോസ് ഇടുന്ന ചാനൽസ് വളരെ സ്ലോ ആയിട്ട് ഗ്രോ ആവുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് വളരെ നന്നായി കൺസിസ്റ്റൻ്റ്ലി വീഡിയോസ് ഇട്ടേ പറ്റത്തുള്ളൂ. അതുപോലെ നിങ്ങളിടുന്ന വീഡിയോസ് നല്ല ക്വാളിറ്റി വീഡിയോസ് തന്നെ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ലോങ് വീഡിയോസ് ഇടുന്ന ചാനൽസ് അത്ര പെട്ടെന്നൊന്നും വൈറൽ ആകത്തില്ല. അപ്പോൾ ഇതാണ് ഈ ലോങ് വീഡിയോസിൻ്റെ കോൺസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിലൂടെ കിട്ടുന്ന മോണിറ്റൈസേഷൻ അതൊരു ഒന്നൊന്നര മോണിറ്റൈസേഷൻ ആയിരിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് വളരെ നന്നായി ബ്രാൻഡ് ഡീൽസ് കിട്ടും, അതുപോലെ വളരെ നന്നായി തന്നെ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പും കിട്ടും. എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരുപാട് പൈസ ഉണ്ടാക്കാനുള്ള വഴി നിങ്ങൾക്ക് ഈ ലോങ് വീഡിയോസിലൂടെ കിട്ടും. പക്ഷേ 2026 യൂട്യൂബ് കംപ്ലീറ്റ് ഗെയിം മാറ്റിമറിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് നിങ്ങളൊരു ഷോർട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആ ഷോർട്ട് വീഡിയോയിൽ നിങ്ങളൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതുമല്ലെങ്കിൽ നിങ്ങളൊരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ആ ഷോർട്ട് വീഡിയോ ചെയ്യുന്നതെങ്കിൽ, അതുപോലെ ആ പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ട്, മിന്ത്ര, നൈക്ക അതല്ലെങ്കിൽ പർപ്പിൾ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഈ ഷോർട്ട് വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഷോർട്ട് വീഡിയോസ് ലോങ് വീഡിയോസിനെക്കാട്ടിലും കൂടുതൽ കയറി വൈറലാകുന്നതാണ്.
അതുപോലെ ഈ പ്രോഡക്ട്സിൻ്റെ സെയിലും വളരെ നന്നായി തന്നെ നടക്കുന്നുമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പൈസയാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക, ഞാൻ ഈ ഷോർട്ട് വീഡിയോയിൽ ഈ മൊബൈലാണ് ടാഗ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഈ മൊബൈൽ തന്നെ വാങ്ങിക്കണമെന്നില്ല. അതിൽ ക്ലിക്ക് ചെയ്ത് ഏത് പ്രോഡക്റ്റ് മേടിച്ചാലും ശരി, അതിൽ നിന്നുള്ള കമ്മീഷൻ നമുക്ക് കിട്ടും. അതായത് ഇങ്ങനെ കിട്ടുന്ന പൈസ ഒരു ലോങ് വീഡിയോയിൽ നിന്ന് കിട്ടുന്ന പൈസയെക്കാട്ടിലും കൂടുതൽ പൈസയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് വീഡിയോസ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യം തന്നെയാണ്. ഇപ്പം നിങ്ങൾ പറയും, ഞാൻ നിങ്ങളെ വീണ്ടും കൺഫ്യൂസ് ആക്കി, എന്തോന്നൊക്കെയായി പറയുന്നത്, ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഈ മോണിറ്റൈസേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോസ് എൻ്റർടൈൻമെൻറ്റ് ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ അവിടെ നമുക്ക് വലുതായിട്ട് പ്രോഡക്ട്സിനെ ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോസ് വളരെ നന്നായി തന്നെ വൈറലാകും, വളരെ നന്നായിട്ട് റീച്ച് കിട്ടിയെന്നും വരും. പക്ഷേ ഇത് പ്രോഡക്റ്റ് ബേസ്ഡ് ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റീച്ചും കിട്ടും, അതുപോലെ വളരെ നന്നായി പൈസ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൾട്ടി ഫോർമാറ്റിൽ വർക്ക് ചെയ്യുക. 2026 മൾട്ടി ഫോർമാറ്റിൽ നിങ്ങൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് റീച്ചും കിട്ടും, അതുപോലെ നിങ്ങൾക്ക് ബാലൻസ്ഡ് രീതിയിൽ പൈസ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഡെയിലി ഓരോ ഷോർട്ട് വീഡിയോസ് വെച്ച് പോസ്റ്റ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അൽഗോരിതം ഷോർട്ട് വീഡിയോസിനെ പെട്ടെന്ന് റീച്ച് തരുന്നതാണ്. ഇത് നിങ്ങൾ കൺസിസ്റ്റൻ്റ്ലി ഇതേപോലെ ഷോർട്ട് വീഡിയോസ് ഇട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പതുക്കെ നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് വൈറലാകാൻ തുടങ്ങും. അതുപോലെ നിങ്ങൾ ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 ലോങ് വീഡിയോസ് വെച്ച് പോസ്റ്റ് ചെയ്യുക. ഇതേ രീതിയിൽ ബാലൻസ്ഡ് രീതിയിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും പോസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോസിലൂടെ നിങ്ങൾക്ക് കൂടുതൽ റീച്ച് കിട്ടും. അതുപോലെ ലോങ് വീഡിയോസിലൂടെ നിങ്ങളുടെ ഒരു ബ്രാൻഡ് അവിടെ ക്രിയേറ്റ് ആവും, നിങ്ങളുടെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ആവും, ആളുകൾ നിങ്ങളെ അറിയാൻ തുടങ്ങുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്ക് ബ്രാൻഡ് ഡീൽസും കിട്ടും, അതുപോലെ സ്പോൺസർഷിപ്പും കിട്ടും. നിങ്ങൾക്ക് വളരെ നന്നായി തന്നെ ബാലൻസ്ഡ് രീതിയിൽ പൈസ ഉണ്ടാക്കി മുന്നോട്ട് പോകാനും പറ്റും. അപ്പോൾ 2026 ലോങ് വീഡിയോസ് ഇടണോ ഷോർട്ട് വീഡിയോസ് ഇടണോ, ഈ ചോദ്യത്തിനുള്ള സ്ട്രേറ്റ് ഫോർവേഡ് ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ മൾട്ടി ഫോർമാറ്റിൽ വീഡിയോസ് ഇടുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ ചോദിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.